ഹായ് ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പതിപോലെ പുതിയൊരു വീഡിയോക്കകത്തോട് സ്വാഗതം. വീഡിയോക്കകത്ത് ലൈറ്റ് നമ്മളെ വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. കാരണം മഴയൊക്കെയാണ്, ഭയങ്കര ശക്തിയായ കാറ്റ് മഴയൊക്കെയാണ്. അപ്പം വെട്ടും വെളിച്ചമൊക്കെ വളരെ കുറവാണ്. നമ്മൾ ആ ഒരു ഇരുണ്ട കാലാവസ്ഥയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ലൈറ്റ് കുറച്ചൊന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. വീഡിയോ കാണുന്ന ആൾക്കാർ ഒന്നും ക്ഷമിച്ചേക്കുക. അതേപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം കമൻറ്റും കൂടെ ചെയ്തേക്കാം. എന്തൊക്കെയായിരുന്നു നമ്മളെ സജനത്താൻ്റെ പെർഫോമൻസ്, അതെല്ലാം ഒരൊറ്റ ദിവസം കൊണ്ട് പൊളിച്ചടിക്ക് കൈ കൊടുത്തിരിക്കുകയാണ് ഫിറോസ്. വെറുതെ സജന പറയുന്ന പോലെ വന്നിരുന്ന അവർ ഇവരെന്നും പറഞ്ഞ ആൾക്കാരുടെ പേര് വെറുതെ എടുത്തു വെച്ച് സംസാരിക്കുന്ന ഒരു സാധനമേ അല്ല. ഈ സജനന്റെ വീഡിയോ ഫസ്റ്റ് കരഞ്ഞു വഴിക്കൊണ്ട് ഇങ്ങനെ ഞങ്ങൾ ഉപദ്രവിക്കുകയാണ്, ഒന്നാം ഭാര്യയ്ക്കും ശല്യമാണ്, രണ്ടാം ഭാര്യയ്ക്ക് ശല്യാന്നും പറഞ്ഞ സമയത്ത് ഇയാളെ പിടിച്ചു വെച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അന്നൊന്നും ഇയാൾ പ്രതികരിച്ചില്ല, കറക്റ്റ് ടൈമിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇപ്പൊ ഇയാൾക്ക് ഒരു കറക്റ്റ് വ്യക്തമായ ഒരു സമയം കിട്ടിയ സമയത്ത് അത് വളരെ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരിന്റെ മാനിപ്പുലേറ്റഡ് സ്റ്റോറി ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്തു, ആരാണ്ടോ കൊണ്ടുപോയി സ്വന്തം ഫോണിലെ ഗാലറി കിടക്കുന്ന ഫോട്ടോ എടുത്ത് ആരാണ്ടോ കൊണ്ടുപോയി പോസ്റ്റ് ഇട്ടു. ഇതെല്ലാം കേട്ട് വിശ്വസിച്ച് അവർ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേരും. ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ ലീക്ക് ചെയ്ത സമയത്ത് നമുക്ക് അപകടം മണത്തതാണ്. അതുകൊണ്ട് നമ്മൾ വലിയ രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ഇവരുടെ ഡ്രാമയാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് ഒരു പരസ്പരബന്ധമില്ലാണ്ട് ഗാലറിയിൽ ഒരു ഫോട്ടോ എന്തിനാണ് ഇവർ ഇപ്പോൾ ഈ റീസെന്റ് ആയിട്ട് വയറും താങ്ങി പിടിച്ചൊരു ഫോട്ടോ എടുക്കേണ്ട ആവശ്യകത എന്നൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനൊരു ഉത്തരം എന്ന പോലെയാണ് ഫിറോസിന്റെ ഈ ഒരു വീഡിയോ വന്ന് വീണിട്ടുള്ളത്. അപ്പൊ എല്ലാവരും കരുതിയ പോകുകയും സജനും തമ്മിലുള്ള റിലേഷൻഷിപ്പും ഗർഭവും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയായിരുന്നു. അത് തെളിയിക്കുന്ന രീതിയിൽ അവർ രണ്ടുപേരുടെ ഫോൺ സംഭാഷണം ഫിറോസ് അവരുടെ ചാനൽ വഴി പുറത്തു വിട്ടിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടതിന് ശേഷം കൂടുതലായിട്ട് അറിയാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഫിറോസിന്റെ ചാനലിൽ പോയിട്ട് കൃത്യമായിട്ട് കേൾക്കുക. 3 പാർട്ടായിട്ടാണ് വീഡിയോ ഇട്ടിട്ടുള്ളത്. ആദ്യത്തെ ഒരു പാർട്ട് 1 മണിക്കൂറിന്റെ അടുത്തുണ്ട്, ബാക്കി 2 പാർട്ട് അരമണിക്കൂർ 3/4 മണിക്കൂർ വെച്ചിട്ട് എങ്ങാണ്ടുമാണ്, ഏകദേശം 2 മണിക്കൂറിന്റെ അടുത്തുണ്ടെന്ന് സാരം. കൃത്യമായ എവിഡൻസും കാര്യങ്ങളും വെറുതെ ആൾക്കാരുടെ പേര് മാത്രം പറയാണ്ട് ഫോട്ടോ സഹിതം വീഡിയോ സഹിതം കോൾ റെക്കോർഡ് സഹിതം എല്ലാ കാര്യങ്ങളും വ്യക്തമായ എവിഡൻസ് വഴിയാണ് സജനയ്ക്കെതിരെയുള്ള ഓരോ ആരോപണങ്ങളും ഫിറോസ് പുറത്തുവിട്ടിട്ടുള്ളത്. എന്താണെങ്കിലും റസൂൽ പൂക്കുറ്റിയുമായിട്ടുള്ള ആ ഒരു സജനയുടെ ഫോൺ സംഭാഷണം ഒന്ന് കേൾക്കാം. ഫിറോസിന്റെ കയ്യിൽ ഏറ്റവും വലിയ ആയുധമാണ് ഈ പ്രഗ്നന്റ്. 2 മാസം കഴിഞ്ഞപ്പോൾ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും നിങ്ങൾ എനിക്ക് മെഡിസിൻ മേടിച്ചും തരാൻ തുടങ്ങിയതും എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ ന്യൂസിലെടുത്ത് തന്നെ എനിക്ക് നിങ്ങളുടെ കുഞ്ഞിന് ആവശ്യമാണ്. എന്തിനാവശ്യമാണ്? ലീഗലി മാരീഡ് അല്ലാത്ത ഒരു വ്യക്തിയുടെ കുഞ്ഞിന് എന്തിനാണ് സജനയ്ക്ക് ആവശ്യം? ഇതിൽ സജന ശ്രദ്ധിക്കണം, 2 തവണയാണ് പ്രഗ്നന്റ് ആയിട്ടുള്ളത്. ആദ്യത്തെ കുട്ടീനെ അവർ കളഞ്ഞു, രണ്ടാമത്തെ കൊച്ച് എങ്ങനെയോ തനിയെ കളഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ രണ്ടാമത്തെ കുട്ടി 2.5 മാസം പ്രായമുള്ള കൊച്ചിനെയാണ് സജന എന്ത് ചെയ്തിട്ടുള്ളത്, വയറ് താങ്ങി പിടിച്ചിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവരുടെ ഗാലറിയിൽ വ്യക്തിപരമായ ഫോട്ടോസിൽ അവർ എടുത്തു വെച്ചിട്ടുള്ളത്. ഈ പൂക്കുറ്റിയായിട്ടുള്ള റിലേഷൻഷിപ്പ് ഫിറോസ് അറിയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൂക്കുറ്റി അവരുടെ അടുത്ത സുഹൃത്തുക്കളായിട്ട് ഫിറോസിനെയും കോമൺ ആയിട്ട് അറിയുന്ന ആൾക്കാരുടെ അടുത്ത് ഈ ഒരു സാധനം ഷെയർ ചെയ്ത സമയത്താണ് ഫിറോസ് ഈ ഫസ്റ്റ് പ്രഗ്നൻസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നത്. ആള് വലിയ ജേതാവായിട്ടൊന്നും പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല, ആളുടെ മനസ്സ് അത്രയധികം വെറുതാണ്. കാരണം ഇവരെ കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാർ റസൂൽ അങ്ങനെയല്ല, കുടുംബത്തിനോട് വലിയ സ്നേഹമുള്ളവനാണെന്നാ പറയുന്നത്. എന്തായാലും റസൂലിന്റെ സ്നേഹം ഒന്ന് കാണാം. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്, ഒരു പ്രാവശ്യം ഉള്ളൂ ഞാൻ ഇക്കാര്യത്ത് ബലമായി പേടിച്ച് ഇക്കാര്യക്ക് എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല, ഇതിന് 2 മാസം മുന്നേ ആണത്. ഈ പ്രാവശ്യം അതായത് കഴിഞ്ഞ മാസം ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. ഇതൊക്കെ കേൾക്കുന്ന ഫിറോസിന്റെ, ഈ ഒരു ഫോൺ സംഭാഷണം ഇരുന്ന് കേൾക്കുന്ന ഫിറോസിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കില്ലേ. സ്വന്തം ഭാര്യ ഇങ്ങനെ ഇത്രയും ഓപ്പൺ ആയിട്ട് പറയാം, ഒരു ഭാര്യ ഭർത്താവിനെ പോലെ. അപ്പൊ ഒരു ഭാര്യ ഭർത്താക്കന്മാരല്ലാന്ന് അവർക്കറിയാം. അങ്ങനെ ഇവര് റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടു, അങ്ങനെ ഉണ്ടായ കൊച്ചാണ്, അങ്ങനെ എങ്ങനെയെന്നൊക്കെയാ പറയുന്നത്. ഈ റസൂലിന് സംഭവം ഒരു അബദ്ധമാണെന്ന് മനസ്സിലായിട്ടുണ്ട്. പുള്ളിക്കാരനെ എന്താണ് ഇവരുടെ പ്രഗ്നൻസിയിലോ ആ കൊച്ചിനെ വളർത്തണമെന്നുള്ള യാതൊരു തരത്തിലുള്ള ചിന്തയും കാര്യങ്ങളും ഒന്നുമില്ല, താല്പര്യമില്ല. സജനയുടെ നിർബന്ധപ്രകാരമാണ് ഇതൊക്കെ നടക്കുന്നത്. ഫസ്റ്റ് ഉണ്ടായ കൊച്ചിനെ ഇവർ അബോർട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. കേരള പോലീസ് അങ്ങനെയുള്ള ആൾക്കാർ അതുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഭ്രൂണഹത്യ ചെയ്യുന്നത് തെറ്റാണ്. അമ്മയ്ക്ക് ഏതെങ്കിലും രീതിയിൽ, അമ്മയ്ക്കോ കുഞ്ഞിനോ ഏതെങ്കിലും രീതിയിൽ വല്ലാതെ ഒരു ക്രിട്ടിക്കൽ സാധനമൊക്കെ വരികയാണെങ്കിൽ മാത്രമേ ഭ്രൂണഹത്യയൊക്കെ നമ്മളെ നാട്ടിൽ സമ്മതിക്കുള്ളൂ. അതല്ലാണ്ട് ഒരു കുഞ്ഞിനെ വേണ്ടാന്ന് തോന്നിയാൽ അങ്ങോട്ട് കൊണ്ട് കളയാനൊന്നും പറ്റത്തില്ല. ഇതിൽ ഏറ്റവും വിഷമമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സജനന്റെ ഉമ്മയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം. ഫസ്റ്റത്തെ കൊച്ചു പോയി, അത് കഴിഞ്ഞ് 2 പോയി. അപ്പൊ ഇവര് തമ്മിലുള്ള ഈ ഒരു അവീതം ഉമ്മച്ചിയും കൂടെ അറിഞ്ഞുകൊണ്ടാണ്. ഇതിൽ വലിയ നാണക്കേട് വേറെ വേണോ? ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ പോട്ടേന്ന് കരുതും നമുക്ക്. ഈ സജന എന്ന് പറയുന്ന സ്ത്രീ ഫിറോസ് ഉള്ള സമയത്ത് തന്നെ ഒത്തിരി പേരുമായിട്ടാണ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ ഒരാളുടെ കൂടെ റിലേഷനിലാവുന്നു, ഇറങ്ങി പോകുന്നു, അത് മാപ്പ് സഹിച്ചിട്ട് ഫിറോസ് കൂടെ കൂട്ടുന്നു, വീണ്ടും ഒരാളുടെ കൂടെ പോകുന്നു, അത് കഴിഞ്ഞ് പിന്നെ ഒരാളുടെ കൂടെ പോകുന്നു. ഈ ഒരു ഫിറോസുമായിട്ട് ഇരിക്കെ തന്നെ 4 ആൾക്കാരുമായിട്ട് എങ്ങാനും ഈ പെണ്ണിന് റിലേഷൻഷിപ്പ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം റസൂലിന്റെ കൂടെ ഒന്ന്, റസൂലിനെ വെച്ചുകൊണ്ട് വേറെ രാഹുൽ എന്ന് പറയുന്ന വേറൊരുത്തൻ. എത്ര ആൾക്കാരാണ്! അല്ലാണ്ട് ഭർത്താവിന്റെ അമിതമായ ഉപദ്രവം കാരണം, അല്ലെ വേറെ പീഡനം കാരണം തന്നോട് സ്നേഹം നീട്ടി ഒരുത്തന്റെ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ വീണുപോയി എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിനൊരു കഴമ്പുണ്ട്. ഇത് അതുപോലും ഇല്ല. ഫിറോസിന്റെ എക്സ്പ്ലനേഷനും അവൻ തന്നിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഫിറോസ് സജനനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. കൊച്ചിന് വേണ്ടി ഏതറ്റം വരെയും പോകാനും അഡ്ജസ്റ്റ് ചെയ്യാനും ഫിറോസ് തയ്യാറായിരുന്നു എന്നുള്ള കാര്യമാണ് മനസ്സിലാവുന്നത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എന്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ.
നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നോണ്ടായല്ലോ കുഞ്ഞൊരു കുഞ്ഞുണ്ടായാലും. അല്ല ഇനി റസൂലിക്ക ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവര് സത്താലും കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്ക് പൈസ മതി. ഓവർ കുബുദ്ധി, ഇക്കാടെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ ഇപ്പോൾ. ഞാൻ പറഞ്ഞോട്ടെ എന്ത് രക്ഷ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നതും. ഇനി എനിക്ക് റസൂലിക്ക എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ് എന്തോന്ന് ആണല്ലോ. റസൂലിക്ക നിങ്ങളെ വൈഫിന്റെ അടുത്ത് പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂലിക്ക. ഇനി എനിക്ക് അല്ലല്ല ഇനിയിപ്പോ എനിക്ക് പറ്റത്തില്ല അമ്മ, ഞാൻ എത്രയോ ക്ഷമിക്കുന്നുണ്ട് അമ്മ. എല്ലാം ഞാൻ വിളിച്ച് നമ്മളൊന്ന് സംസാരിച്ചതിന് ശേഷമല്ലേ ഇയാൾ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ. ഇവിടെ സജന ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റസൂലിന്റെ വൈഫിനോട് ഈ കാര്യങ്ങളെല്ലാം പറയാനാണ്. ആ പുള്ളിക്കാരിക്ക് എന്തോ ക്യാൻസർ ഏതാണ്ടാണ്, ഏതോ സുഖമില്ലാത്ത അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീയാണ്. ആ ഒരു സ്ത്രീന്റെ അടുത്ത് പോയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ബന്ധം പറഞ്ഞേ പറ്റത്തുള്ളൂ. ലൈക്ക് പുള്ളിക്കാരിക്ക് ഇയാളുടെ രണ്ടാം വൈഫായിട്ട് ജീവിച്ച് തീർക്കാൻ ആഗ്രഹമുണ്ട്, തുടരാൻ താല്പര്യമുണ്ട് എന്നുള്ളത് സജനന്റെ സംസാരം തന്നെ വ്യക്തമാണ്. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളേൽ ഒരു കുഞ്ഞ് വേണം എന്നൊരു നിർബന്ധം. കാരണം പുള്ളിക്കാരൻ ചില്ലറക്കാരനൊന്നും അല്ല, അത്യാവശ്യത്തിന് നാടറിയുന്ന ഒരു നോബൽ പ്രൈസ് ജേതാവാണ്. പിന്നെ എന്താണ് ഏതോ ഫിലിം അക്കാദമിന്റെ എന്താ ചെയർപേഴ്സണോ അങ്ങനെ വേറെ ഏതാണ്ടോ ഒരു പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളുടെ വൈഫായി ഇരിക്കുക എന്ന് പറയുന്നതിലും വലിയ സംഭവമൊന്നും വേറെ കിട്ടാനില്ല സജനേന്റെ ലൈഫിൽ ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്ന രീതിയിൽ. ഫിറോസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതുവരെ കിട്ടിയ അത്രയും ആൾക്കാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പൂക്കുറ്റിയാണ് പൊന്മുട്ടയിടുന്നൊരു താറാവ്. നീ ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലല്ലോ മനസ്സിലാക്കുന്ന റിസോർട്ട് ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് ഉമ്മേറ്റ് നേരത്തെ പറഞ്ഞു നിങ്ങൾ. ഞാൻ സച്ചിന ഇങ്ങനെ ഞാനത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം എനിക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം വിവാന്ത കാലിക്കട്ടുള്ള വിവാന്തയിൽ നമ്മൾ പോയതും അവിടെ നിന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാത്തിനും ഉണ്ടല്ലോ, ഇതെല്ലാം ഉണ്ടല്ലോ. ഷോക്ക്ഡോ എന്ത് നിങ്ങൾ കുഞ്ഞു പോയോണ്ടോ വിചാരിക്കുന്നത്? കാരണം എനിക്ക് മറ്റേ ലണ്ടനിൽ നിന്ന് യുഎയിൽ നിന്ന് എനിക്ക് മെഡിസിൻ എടുത്തുകൊണ്ട് വരുന്നു കുഞ്ഞിന് കൊടുക്കാനുള്ള പ്രൊട്ടക്ട് ചെയ്ത് കുഞ്ഞിന് എത്രയും കെയറിംഗ് ആയിട്ട് ചെയ്യണം എന്നുള്ള സാധനങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മ്യൂച്വലായിട്ട് എടുത്തൊരു തീരുമാനം കുഞ്ഞിനെ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷം അത്രയും കെയറിംഗ് ആയിട്ട് നിന്ന ഒരാൾ എന്റെ വീട്ടിൽ നിന്നാലും എന്റെ ഇവിടുന്ന് പറയുമ്പോഴാലും നിങ്ങൾ എന്റെ വീട്ടുകാർ പറയുന്നത് അതെങ്ങനെയെങ്കിലും അതിനെ കൊല്ലാൻ നോക്കുക, ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്കുക. വേണ്ട എങ്കിൽ ആദ്യം ഒന്നാം ബൂട്ടായതാണല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് ശരി, പ്രൊട്ടക്ഷൻ എടുക്കണം, എനിക്കത് ഇഷ്ടമല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ സേഫ്റ്റി നോക്കൂടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് ഇനി ഒരു കുഞ്ഞുണ്ടാവും എന്നുള്ളത് അറിയാമല്ലോ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഇനി ഒരു കുഞ്ഞുണ്ടായാൽ ഞാൻ കളയിലേക്കാ, എനിക്കത് പറ്റത്തില്ല. കാരണം ഞാൻ അന്ന് പോലും ആ ഒരു കോമയിൽ പോയത്, ഈ കുഞ്ഞ് പോയപ്പോൾ പോലും എനിക്കറിയാം ഞാൻ അത് ഭയങ്കര മാനസികമായിട്ട് വിഷമിച്ചിരുന്നു. ഞാൻ അതിൽ എനിക്കൊരു കുഞ്ഞിനെ തന്നത്, വീണ്ടും ഒരു കുഞ്ഞിനെ തന്നത് അള്ളായിട്ടാണ് തന്നത് എനിക്കത്. അല്ലാതെ ഇപ്പൊ നമ്മൾ കറക്റ്റ് നിങ്ങളെ പീഡിപ്പിച്ച് പഠിച്ച സാധനങ്ങൾ എടുത്ത് ഞങ്ങളോട് ഇൻജെക്ട് ചെയ്ത സാധനം എല്ലാ തൊട്ടിത്തരം കാണിച്ചിട്ട് അള്ളാനെ നേരത്തോട്ട് കാര്യങ്ങൾ കയറ്റി വെക്കൊന്നും വേണ്ട. പടുപാട് സ്ത്രീയെ ഇവര് കാണിച്ചു കൊടുക്കുന്ന എല്ലാ തൊട്ടിത്തരങ്ങളും അള്ളാണ് തന്നത്. രണ്ടാമത്തെ പ്രഗ്നൻസി, എന്നിട്ട് ആ കുഞ്ഞ് നിങ്ങൾക്ക് വയറ്റിലുണ്ടായോ, അപ്പൊ അത് എടുത്ത് അള്ള തന്നെ കളഞ്ഞോ? എല്ലാം കൂടെ വെറുതെ ഒന്നും പറയാം ദൈവത്തിന്റെ തലയിലോട്ട് അവരവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും കാണിച്ചോട്ടെ. വെറുതെ അനാവശ്യമായിട്ട് അവരുടെ തലയിലോട്ട് ഓരോ സാധനങ്ങൾ കൊണ്ടുപോയി വെച്ച് കൊടുക്കല്ലേ. ഇതൊക്കെ നിങ്ങളെ കാണിക്കുന്ന തൊട്ടിത്തരങ്ങളും കുത്തിക്കഴപ്പും ഒക്കെയാണ്. ഇപ്പൊ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കൊച്ചുണ്ട്, ആ കുട്ടി വളർന്നു വരുന്ന സമയത്ത് മൊബൈൽ ഫോണിൽ ഈ വക സാധനങ്ങൾ തന്റെ അമ്മേന്റെ അച്ഛൻ പുറത്ത് വിട്ട അമ്മേന്റെ റിലേഷൻഷിപ്പ് ഈ സാധനങ്ങളെല്ലാം കാണുന്ന സമയത്ത് ആ കുട്ടി ഉണ്ടാവുന്ന ട്രോമ, ആ കുട്ടി സമൂഹത്തിൽ അനുഭവിക്കുന്ന നാണക്കേടൊക്കെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആ ഒരു നാണക്കേട് പേടിച്ചിട്ടായിരുന്നിരിക്കണം ഫിറോസ് ഇത്രയും കാലം നിങ്ങളെ കുറിച്ചുള്ള ഒരു വാക്ക് പോലും പുറത്ത് പറയാതിരുന്ന, എവിടെയും തൊടാത്ത രീതിയിൽ എന്തൊക്കെയോ സംസാരിച്ച് പോകാന്നല്ലാതെ പുള്ളി വ്യക്തമായിട്ട് ഒരു സാധനം എന്നിവരെ പുറത്തു വന്ന് പറഞ്ഞിട്ടില്ല. അത് അവരുടെ മകനെ ആലോചിച്ച് തന്നെ ആയിരുന്നിരിക്കണം. നമ്മൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമ്മൾ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്തിട്ടാണ് നമുക്കിത് വന്നത്. അല്ലാതെ നിങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. അയ്യോ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് കുഞ്ഞിനോട് ആത്മാർത്ഥ ഒരു തന്തയെന്നുള്ളൊരു സാധനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു, ആ കുഞ്ഞിനെ കൊല്ലാൻ നടക്കുന്നത് നിങ്ങളെ ഞാൻ നിങ്ങളടുത്ത് പറയണോ? ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി നടന്ന നിങ്ങളടുത്ത് ഞാൻ പറയണോ? അപ്പൊ റസൂൽ പുഖരിക്ക് രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ വലിയ താല്പര്യമൊന്നുമില്ല. പുള്ളിക്കാരനെ കാണിക്കാൻ വേണ്ടി കുറച്ച് മരുന്ന് സാധനങ്ങളും ഭക്ഷണ സാധനങ്ങളും ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് വാങ്ങിക്കൊടുത്ത് വെറുതെ സൂയിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കൊച്ചു എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതിയായിരുന്നു എന്നാണ് റസൂൽ പുഖരിയുടെ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് സജന ഇപ്പൊ ഇത്രയും ദേഷ്യത്തോടെ ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ സ്റ്റോറിന്റെ പിന്നിലും അത് കഴിഞ്ഞിട്ടുണ്ടായ ഹാക്കിംഗ് സ്റ്റോറിനെ കുറിച്ച് ഇനി ഞാൻ പ്രത്യേകിച്ച് വിവരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇവർ തമ്മിലുണ്ടായ ഇത്തരത്തിലുള്ള വാക്കുതർക്കങ്ങളുടെ തുടർച്ചയായിട്ട് സജന വന്നിട്ട് എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഒരു സ്റ്റോറി അങ്ങോട്ട് ഇടുകയാണ്. അത് റസൂൽ പുഖരി വിളിച്ച് സംസാരിച്ചിട്ടോ കോൺടാക്ട് ചെയ്തോ മറ്റേതൊക്കെയോ രീതിയിൽ കോംപ്രമൈസ് ആവുന്നതിന്റെ പിന്നാലെ അയാളുടെ മുഖം സംരക്ഷിക്കാൻ വേണ്ടി സജന വന്നിട്ട് ഒരു ഫേക്ക് ഹാക്കിംഗ് ഡ്രാമ ഇറക്കുകയാണ്. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം തമിഴിൽ വെച്ച പോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഹാക്കിംഗ് നാടകത്തിന് പിന്നിൽ റസൂൽ പൂക്കുറ്റി. ഇപ്പൊ അത് കറക്റ്റ് ആയിട്ടുണ്ട്. എന്റെ സ്വന്തം ഇഷ്ടത്തിലാണ് ജീവിക്കുന്നത്. ഇത്രയും വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ട് ഫിറോസിനോട് ജീവിക്കാൻ
കേക്ക് വരട്ടെ. പ്രേരിപ്പിച്ചല്ലേ? എന്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ഇറങ്ങി വന്ന് സ്വന്തം ഇഷ്ടത്തിൽ എഴുതി. എനിക്ക് നാളെ കാലത്ത് എന്റെ ലൈഫിൽ നമ്മുടെ ലൈഫിൽ ഒരിക്കലും ഒരു ബാധ്യത ആവില്ല ഫിറോസ്. അതിന് വേണ്ടിട്ട് എഴുതി. ഓക്കെ, നീ എന്തെങ്കിലും അപ്പോൾ ഈ പുള്ളിക്കാരനുള്ള സമയത്ത് ഇയാളുടെ കൂടെ ഇറങ്ങി പോകുന്നു. എന്നിട്ട് ഇത് എൻ്റെ സമ്മതപ്രകാരമാണ് ഞാൻ ഇയാളുടെ കൂടെ ഇറങ്ങി വന്നിട്ടുള്ളത് എന്ന് ഒരു സാധനം, ഒരു തെളിവ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് മറ്റവൻ്റെ ബുദ്ധി, എന്താ അവൻ്റെ പേര്, നജീബോ അങ്ങനെ എന്താണ്ടാണ് അവൻ്റെ പേര്. അപ്പോൾ അത് അവൻ്റെ ബുദ്ധി. കാരണം ഇത് നാളെ ഞാൻ ഞാൻ പല സാധനങ്ങളും പറഞ്ഞിട്ട് പറ്റിച്ച് വിളിച്ചിറക്കി കൊണ്ടുവന്നതാണെന്ന് സൊസൈറ്റി അറിഞ്ഞാലും നിയമപരമായി പോയാലും തനിക്കുണ്ടാവുന്ന നൂലാമലകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യാണ്, മനഃപൂർവ്വം സജനനെ കൊണ്ട് ഇങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ട് എൻ്റെ ഇഷ്ടപ്രകാരമാണ്, ഫിറോസ് വന്നാലൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഒരു അഗ്രിമെൻറ്റ് വൈസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത്. എന്നിട്ട് പുള്ളിക്കാരിൻ്റെ അതിനകത്തൊരു തൊലിഞ്ഞു ചിരിയും. അവസാനം എന്തായി, ഇയാൾ തന്നെ കാറിലിറക്കി സ്വന്തം കെട്ടിയോൻ്റെ അടുത്ത് കൊണ്ട് വിടേണ്ട അവസ്ഥ വരെ. അവിടെയും കള്ളം പറഞ്ഞിട്ടാണ്. ട്രെയിനിലാണ് വരുന്നതെന്ന് പറഞ്ഞ് ഫോണിൻ്റെ അകത്ത് ട്രെയിനിൽ വരുന്ന പോലത്തെ ശബ്ദങ്ങളും കാര്യങ്ങളും പ്ലേ ചെയ്തിട്ട് പുള്ളിക്കാരൻ്റെ കാറിലാണ് സജനനെ ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത്. അത്രയും ആത്മാർത്ഥതയുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളൊന്ന് കാണണം കേട്ടോ. എന്തൊരു നല്ല റിലേഷൻഷിപ്പാണ് സജനയ്ക്ക് കിട്ടിയ റിലേഷൻഷിപ്പുകളൊക്കെ അത്രയും തന്നെ. ഈ റസൂൽ പൂക്കുറ്റിയായിട്ടുള്ള ബന്ധം അറിഞ്ഞ സമയത്ത് ഫിറോസ് അഞ്ചല് റസൂലിനെ വീട്ടിൽ പോയിട്ട് ബ്രദറുമായിട്ട് സംസാരിക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ബ്രദറിനത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഞാൻ പുള്ളിയെ വിളിച്ച് അപ്പോൾ എനിക്ക് അത് പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം പുള്ളി ലൈഫ് കുടുംബമായിട്ട് ജീവിക്കുന്നതാണ്. നമുക്ക് നമ്മളെ നോവിക്കാൻ വേണ്ടി പുള്ളി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ കുടുംബം തകർന്നു. പക്ഷെ അത് നമ്മൾ വിളിച്ചിട്ട് ഇനിയും ഉണ്ടാകും. വേറെ ഒന്നും ഞാൻ ഡിമാൻഡ് ചെയ്യുന്നില്ല. ഇനി നിങ്ങൾക്ക് ഡൈവോഴ്സ് ആയിട്ടില്ല എന്ന് നിങ്ങളിപ്പോഴും എൻ്റെ ഭാര്യയാണോ? നിങ്ങൾ വിളിച്ചിട്ടൊക്കെ കാര്യം ചെയ്താൽ ഇനി സബിനയുമായിട്ട് സബിനെ പ്രൊട്ടക്ട് ചെയ്യാനോ സബിനെ കാണാനോ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല. ഇത് കാരണം ഞാൻ ഇനി തുറന്നു കഴിഞ്ഞാൽ കാരണം നിങ്ങൾക്ക് പറയേണ്ടത് പോകുന്നത് ഇനിയും പുള്ളിയെ തുറന്നു കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ രീതിയിൽ പോകുന്നു. എൻ്റെ കുടുംബം അറിവ് പോകാൻ കഴിയും. ഞാനിവിടെ വരും. ഞാൻ പറഞ്ഞേ ഫിറോസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ നോമ്പ് ഇതാക്കിയിട്ട് ഞാൻ പറഞ്ഞേ ഫിറോസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല റസൂൽ. റസൂലിൻ്റെ കുടുംബമാണ് ഫസ്റ്റ്. മക്കളെയും തള്ളയും വിട്ടിട്ട് ഒരു ഏർപ്പാടും റസൂൽ കഴിക്കത്തില്ല. പിന്നെ എൻ്റെ അനിയൻ്റെ ഭാഗത്ത് നിന്ന് ഒരു രോഗം ഉണ്ടാകും. ഓക്കെ, മനസ്സിലായി? 100% പറയാം. എൻ്റെ മോനെക്കുറിച്ച് ഒരു കരി പറയണം. അല്ല, എൻ്റെ മോനെക്കുറിച്ച് ഞാൻ വീഡിയോ ഓവർ ലെങ്തി ആകുന്നതുകൊണ്ട് നമ്മൾ അത് മുഴുവനായിട്ട് പ്ലേ ചെയ്ത് കാണിക്കുന്നില്ല. ഇതിവിടെ പോയിട്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് പോയിട്ട് സാഷ്ടാംഗം വീണ് പ്രണാമിച്ച് പറയാണ് ഞങ്ങളെ ലൈഫ് തകർന്നിരിക്കുകയാണ്, നിങ്ങളൊന്ന് റസൂലിനെ പറഞ്ഞ് മനസ്സിലാക്കണം, ഇത് ആവർത്തിക്കരുത്. പക്ഷേ വളരെ മാന്യമായ രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന റസൂലിൻ്റെ ബ്രദർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. പുള്ളിക്കാരൻ പറയുന്നുണ്ട് എൻ്റെ അനിയൻ അങ്ങനത്തെ ഒരാളല്ല, അവൻ്റെ കുടുംബം കുട്ടികൾ കഴിഞ്ഞിട്ടേ വേറെ എന്തുള്ളൂ, അവൻ അങ്ങനത്തെ ഒരു വിഷയം ചെയ്യുന്ന ഒരു വ്യക്തിയെ അല്ല, സമൂഹത്തിൽ നിലയും വലിയുള്ള ഒരു നല്ലൊരു വ്യക്തിയാണ്. അത് വളരെ പക്വതാപരമായ രീതിയിൽ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അത് ആസ് എ ബ്രദർ അയാൾക്ക് പറയേണ്ട കാര്യങ്ങളാണ് അയാൾ പറഞ്ഞത്. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഒരു സഹോദരൻ എന്ന രീതിയിൽ സ്വന്തം സഹോദരൻ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചിട്ട് അവിടെയും മറ്റേ പറഞ്ഞ വ്യക്തിയുടെ ഫേസ് കവർ ചെയ്തുകൊണ്ടാണ് ഫിറോസ് സംസാരിക്കുന്നത്. ഇന്ന് ഈ ഓഡിയോ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ന് ഈ വീഡിയോ കാണുമ്പോൾ പുള്ളിക്കാരന് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത ഉണ്ടാവും എന്നുള്ളതും ഫിറോസ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും കരുതി അത്ര ഡേഞ്ചർ ഒന്നും അല്ല, വെറുതെയാണ് ഡേഞ്ചർ എന്ന് പേര് മുമ്പിൽ ഇട്ടത് എന്നുള്ളത് ഈ ഒരൊറ്റ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയധികം എവിഡൻസ് എടുത്തു വെച്ചിട്ട് അത്രയും കാം ആൻഡ് കൂളായിട്ട് ആ സ്ത്രീനെ മോശം പറഞ്ഞുകൊണ്ട് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഒറ്റ വാക്ക് ആ സ്ത്രീനെ കുറിച്ച് അങ്ങനെ ഒരു മോശം ഒരു വൃത്തികെട്ട സ്ത്രീ എന്ന രീതിയിൽ ഇതാക്കുന്നത്. വേറെ ആണുങ്ങളൊക്കെയാണ് തെറി പറയും. ഇപ്പോൾ അടുത്ത് തമിഴ്നാട്ടിലൊക്കെ ഉണ്ടായ കേസ് കണ്ടില്ലേ, അടിക്കും കൊല്ലും അങ്ങനെ പല സാധനങ്ങൾ വയലൻസ് ഒക്കെ നിറഞ്ഞിട്ടായിരിക്കും. പക്ഷെ ഇവിടെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് അവർക്ക് ദോഷം തട്ടാത്ത രീതിയിൽ അവർ എടുത്തു പറയുന്ന ഓരോ വ്യക്തികളുടെ പേരിനും ദോഷം വരാത്ത രീതിയിൽ ക്ലിയർ കട്ടായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുള്ളത്. ഇപ്പൊ എനിക്ക് തോന്നുന്നറിയാം, എനിക്കിപ്പം തോന്നുന്നത് ഇക്കാണ് ഞങ്ങളുടെ ഇടയ്ക്ക് നിന്ന് ഡ്രാമ കളിക്കുന്നതെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം എന്നെ അച്ചായനം തിരിപ്പിക്കുക, എന്നെയും അന്നമ്മയും തിരിപ്പിക്കുക, എന്നെയും തീയും തിരിപ്പിക്കാന്ന് എനിക്ക് ഇപ്പം തോന്നുന്നുണ്ട്. എനിക്കറിയത്തില്ല. അന്നമ്മയായിട്ട് സംസാരിക്കുന്ന സമയത്ത് മിക്ക എന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് അന്നമ്മ ശരിയല്ല, നീ അങ്ങനെ ചെയ്യരുത്, അവളായിട്ട് കൂട്ടുകൂടരുത്, നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അതെന്തുകൊണ്ടാന്ന് എനിക്കറിയത്തില്ല. പോയി എന്നുള്ള കാര്യം പറഞ്ഞില്ല. ഞാൻ പറയുന്നുണ്ടല്ലോ, എനിക്ക് നിങ്ങളെ കുഞ്ഞിനെ എനിക്ക് ആവശ്യമാണ്, നമ്മൾ അത്രയും ആഗ്രഹിച്ചതാണ്, അന്നേരം പോയെന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാണ്. അത് ഞാൻ പറയുന്നുണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞില്ല എന്നുള്ളത് തെറ്റാണെങ്കിൽ ആൾക്കാർ പറഞ്ഞോട്ടെ. ഇത്രയും നാൾ ഞാൻ നിങ്ങളോട് ജീവിച്ചില്ലേ, അപ്പം എനിക്ക് അത് എന്റെ അവകാശമാണത്. അത് ആ കുഞ്ഞുണ്ടായ സമയത്ത് ആദ്യത്തെ ഒരു കുഞ്ഞിനെ കളഞ്ഞു, രണ്ടാമതൊരു കുഞ്ഞ് പോയി. പക്ഷെ അതെനിക്കിനി വീണ്ടും എനിക്കൊരു പേടി ആ കുഞ്ഞ് മാത്രമാണ്. എനിക്കിനി ഒരു ജീവിതം വേറൊരാണുമായിട്ട് ഇല്ലാതാണ്. അപ്പം എനിക്ക് എന്തായാലും എന്റെ ലൈഫിൽ എനിക്ക്
അതിനൊന്നും നമ്മളൊന്നും നോ പറഞ്ഞിരുന്നല്ലോ. നോ പറയണ്ടല്ലോ. ഫാമിലി എല്ലാം മീറ്റ് ആണ് ചെയ്ത് എല്ലാവരും നിന്ന് സംസാരിച്ചു. നമ്മൾ വിചാരിച്ച മാതിരി ഒന്നല്ല റസൂൽ പൂക്കുറ്റി. ആൾ നല്ലൊരു ഡബിൾ ഗെയിം കളിക്കാൻ പറ്റുന്ന, ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്ലവർ ആയിട്ടുള്ള കുറുക്കനാണ്. ഈ സജിനായിട്ട് റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് തന്നെ സജിനെ കുറിച്ച് സജിനയുടെ കൂട്ടുകാരുടെ അടുത്ത് മോശം പറയുക, എന്നിട്ട് കൂട്ടുകാരെ കുറിച്ച് സജിനയുടെ അടുത്ത് മോശം പറയുക, എന്നിട്ട് അവർ രണ്ടാരും തമ്മിൽ പിരിക്കുക. അങ്ങനെ ഒരു പരിപാടിയൊക്കെ റസൂൽ പൂക്കുറ്റി ചെയ്തു വെച്ചിട്ടുണ്ട്. സജിന ആ ട്രാപ്പിൽ വീഴുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം ലൈക്ക് പറയുകയാണെങ്കിൽ സജിന രണ്ടാമത് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞത് വെറുതെയാണ്, പറ്റിക്കാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് സജിനയോട് അറിയാം താൻ അത് അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പം സജിന ആരായി? ഇയാളെ പറ്റിച്ചിട്ട് ഇയാളെ ട്രാപ്പിൽ വീഴ്ത്തുന്ന ഒരു ഹണി ട്രാപ്പുകാരി പോലെ ഒരു സ്ത്രീയായി, ഒരു മോശപ്പെട്ട സ്ത്രീയായി. അങ്ങനെ അവരുടെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ട് സജിനേനെ തെറ്റുകാരിയാക്കുക. സജിനേൻ്റെ അടുത്ത് ഇവർ എന്നെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പം നിന്നെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ അവരോട് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തെ ആൾക്കാരെ ഇതാക്കിക്കൊണ്ട് സജിനേനോട് സംസാരിക്കുക. ആണ്ട വിളമെന്ന് പറഞ്ഞാൽ നല്ല കള്ള കുറുക്കനാണ്. അത് സജിനയും റസൂൽ പൂക്കുറ്റി തമ്മിലുള്ള ഫോൺ സംഭാഷണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഫിറോസ് അതിനിടയ്ക്ക് വേറൊരു കാര്യം പറയുന്നുണ്ട്. ഇവരുള്ള സമയത്ത് തന്നെ, അതായത് ഈ റസൂലായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് തന്നെ രാഹുൽ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയായിട്ട് ഇവർക്ക് വേറൊരു റിലേഷൻഷിപ്പ് അറ്റ് ദ സെയിം ടൈം ഇവർ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളത്. ഇനി വേറൊരു ആളുമായിട്ട് എനിക്ക് ജീവിതം ഇല്ല എന്ന് പറയുമ്പോഴും പാരലായിട്ട് ഒരു 1-2 പേരുമായിട്ട് ഇവള് കണക്ഷൻ ഉള്ളതിൻ്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്, ഐ വിറ്റ്നസ് ഉണ്ട്. അതായത് രാഹുൽ എന്ന് പറഞ്ഞൊരു പയ്യൻ, എനിക്കും അറിയാവുന്ന, നേരത്തെ അറിയാവുന്ന ഒരുത്തനാണ്. ഇവളുടെ ആംഗ്ലി എന്ന് പറഞ്ഞിട്ടാണ് പലരെയും പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ഇവളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഇവനെ കൊണ്ടുപോവുകയും ലാസ്റ്റ് അവനുമായിട്ട് ബെഡ് ഷെയർ ചെയ്തത് ആ വീട്ടുകാർ. ഓഡിയോ ഇങ്ങനെ എല്ലാ എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. നോക്കണേ എങ്ങോട്ടാ കാര്യങ്ങളുടെ പോക്ക് നോക്കണേ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താ സ്ത്രീയെ നിങ്ങളെ ആൾക്കാർ വിളിക്കുക? ഒരാൾ 2 ആളൊക്കെ ആണെങ്കിൽ പോട്ടെ എന്ന് കരുതാം, അല്ലെങ്കിൽ ഒരാൾ ഒഴിവായിട്ട് അടുത്ത ആൾ നിങ്ങൾ റിലേഷൻഷിപ്പ് അല്ലാണ്ട് ഒരു മാരേജ് ലൈഫാണെന്നൊക്കെ കരുതാം. ഇത് അങ്ങനെയാണോ? ഇത് ശരിയായ ഒരു കാര്യമാണോ? 4 ആൾക്കാർ കേട്ടാൽ ശരി വെക്കുന്ന കാര്യമാണോ? നിങ്ങളുടെ മക്കൾക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണോ? ഫിറോസ് ഇത്രയും കാലം അത് പുറത്ത് പറയാതിരുന്നതിന് നിങ്ങൾ അയാളോട് സത്യത്തിൽ കടപ്പെട്ടിരിക്കണം. ഇനി സജിന 3 കോടി ആവശ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്ന ഒരു ഓഡിയോ ഉണ്ട്. ഒന്നെങ്കിൽ അയാളുടെ ഒരു കുട്ടി, അയാളുടെ കൂടെ ഒരു ജീവിതം, അതല്ലെങ്കിൽ 3 കോടി. ഇതാണ് സജിന ആവശ്യപ്പെടുന്നത്. എന്നെ ചെയ്ത് വെച്ചിരിക്കുന്ന കാണിച്ചു എന്നെ ചെയ്ത് വെച്ചിരിക്കുന്ന എന്താന്ന് കണ്ടു. അയാള് നമ്മൾ വിചാരിച്ചില്ല അപ്പുറം. അയ്യോ, തള്ളയുടെ പ്രായമുള്ള ആൾക്കാരെ പോലും വെച്ചിട്ട് ഞാൻ എല്ലാം തെളിവെടുത്ത് വെച്ചിട്ടുണ്ട്. തള്ളയുടെ പ്രായമുള്ള ആൾക്കാരെ പോലും ഞാൻ എത്രയെന്ന് പറഞ്ഞാൽ എത്ര പെണ്ണുങ്ങളെ ഞാൻ വിളിച്ച് പറയുന്നത്. ഇയാളെ മൊബൈൽ ഞാൻ ഇന്ന് വരെ എടുത്ത് നോക്കിയിട്ടില്ല, പക്ഷെ ഇന്ന് എടുത്ത് നോക്കിയപ്പോൾ എന്റെ ചങ്ക് പൊട്ടുവാൻ. എന്നാടി എനിക്ക് ഇങ്ങനെ അനുഭവം വരുന്നത്? ഇല്ല എന്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അയാളെ ഫാമിലി വേണ്ടെങ്കിൽ അയാൾ ഇന്ന് 3 CR ഇന്ന് ഇവിടെ കൊണ്ടുവരണം. എനിക്ക് പൈസ മതി മോനെ, എനിക്ക് ഇനി എന്തായാലും ഇങ്ങനെ വേണ്ട, എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം. എന്റെ പൊന്നോ പറഞ്ഞില്ല, അപ്പുറത്ത് തോന്നിയിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇവിടുന്ന് ഇറങ്ങുവാണെങ്കിൽ ഒന്നല്ലെങ്കിൽ എങ്ങനെ ഷാദിയാന്നുള്ളത് അയാളെ ഫാമിലി അല്ലല്ല എന്റെ അഭിമാന പ്രശ്നമല്ല. എന്നെ ഇത്രയും ചോദിച്ച് ഇയാളെ വൃത്തികേട് ഫിറോസ് വരെ പറഞ്ഞതാ ഇവന്റെ കുറെ കാലല്ലല്ലേ, അതിന് കുഴപ്പമില്ല, ഞാൻ അകത്ത് പോയി കടന്നാലും പോകത്തില്ല. ഇത് കുറെ കാലല്ലല്ലേ, അതിന് കുഴപ്പമില്ല, ഞാൻ അകത്ത് പോയി കടന്നാലും പോകത്തില്ല. ഇത് അവസാനിക്കുന്നത് ഇത് തന്നെയായിരിക്കും. 3 CR എനിക്ക് അയാൾ തന്നില്ല, എനിക്ക് കുഴപ്പമില്ലല്ലോ. ഞാൻ എന്നെ അനുഭവിക്കുന്നത് അതൊന്നും എനിക്ക് ഒരു വിഷയമല്ല. സജിനയ്ക്ക് അറിയാം തള്ളേന്റെ പ്രായമുള്ളവരെ പോലും വെറുതെ വിടാത്തൊരു പോക്ക് കേസാണ് ഇയാൾ എന്നുള്ളത്. എന്നിട്ടാണ് ഇയാളുടെ കൂടെ അത്രയും നാള് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയും പല സ്ഥലങ്ങളിൽ വെച്ച് റിലേഷൻഷിപ്പ്, സെക്ഷൽ റിലേഷൻഷിപ്പിലൊക്കെ ഏർപ്പെടുകയും ശേഷം 2 കുഞ്ഞുങ്ങളെ അങ്ങനെ നഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇത്രയും അറിഞ്ഞു വെച്ചുകൊണ്ട് നിങ്ങൾ അയാളുടെ പുറകെ പോയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇവിടെ ഇവർ ആവശ്യപ്പെടുന്ന 3 കോടിയാണ്. പക്ഷെ റസൂൽ പൂക്കുറ്റിക്ക് 3 കോടി കൊടുക്കാനുള്ള പ്ലാനൊന്നുമില്ല. ഈ ഓടുന്ന പട്ടിക്ക് ഒരു മഴ മുമ്പേ എന്ന് പറയുന്ന വരി പുള്ളിക്കാരൻ കുറച്ച് നേരത്തെ സാധനം എറിഞ്ഞിട്ടിട്ടുണ്ട്. കൂട്ടുകാരോടും അല്ലറ ചില അറിയുന്ന ആൾക്കാരോടൊക്കെ വിറ്റ്നസ് സാക്ഷി പറയണം, അത് പറയണം, ഇത് പറയണം, അങ്ങനെ പറയണം, ഇങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞ് നേരത്തെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം സജിന നാളെ പണവും ആവശ്യപ്പെട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പുള്ളിക്കാരുടെ അടുത്ത് വ്യക്തമായ പ്ലാൻ ഉണ്ട്. എന്നോട് പൈസ ഡിമാൻഡ് ചെയ്ത് കേസ് ഏതെങ്കിലും നിങ്ങളെ ഫിറ്റ്നസ് ആയിട്ട് വിളിച്ചാൽ നിങ്ങൾ വരണം. അല്ല, പൈസ വാങ്ങാൻ ഞാൻ പോയി ഡിമാൻഡ് ചെയ്യും, ഞാൻ പൈസ വാങ്ങാൻ പോവാണ് എന്നൊരു പറഞ്ഞിട്ട് ഇറങ്ങിയ ആ ഒരു സംഭവം ഉണ്ടല്ലോ. അതാകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, എനിക്ക് ഇന്നലെ കൊണ്ട് പല കാര്യങ്ങൾക്ക് മനസ്സിലായി. അവരുടെ ഫാമിലി സംസാരിച്ച് ഞാൻ എന്റെ ഫാമിലി ഉണ്ടായിരുന്നു. എനിക്ക് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ടോക്സിക്കിന്റെ ഹൈ സ്റ്റേജിലാണ്. അപ്പൊ ഞാൻ എന്റെ വൈഫിനെ സംസാരിക്കുന്ന വൈഫിന്റെ കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞു. ഈ റിലേഷൻഷിപ്പ് തീർന്നു, എനിക്കിനി അതിനകത്ത് ബാഡ് ബ്ലഡ് വേണ്ട. അപ്പോൾ കേട്ടല്ലോ, റസൂൽ പൂക്കുറ്റി അത്ര വെടിപ്പായിട്ടുള്ള വ്യക്തിയൊന്നും അല്ല എന്നുള്ളത് ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറയാം. ഈ പുള്ളിക്കാരൻ തൊലച്ചിട്ടുള്ളത് സ്ത്രീകളുടെ ലൈഫ് മാത്രമല്ല, കൂടെ 2 പയ്യന്മാരുടെ ജീവിതം കൂടെ തൊലച്ചു വെച്ചിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മളെ സജിനത്താക്കി വണ്ടി ഒരു BMW കാർ ഏതാണ്ട് എടുത്തു കൊടുത്തു. അതിന്റെ ഏജന്റ് ചെക്കന്മാരോ EMI പൈസ എന്തോ കൊടുക്കാത്തതിന്റെ പേരിൽ വണ്ടി എടുത്തിട്ട് പോയെന്നോ, വണ്ടിക്കകത്ത് കൊണ്ടുപോയ വണ്ടിക്കകത്ത് സ്വർണ്ണവും പണം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് തെറ്റായ കേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് കേസിന് ബലം കിട്ടാൻ വേണ്ടി കുറെ കള്ളക്കഥകൾ മെനഞ്ഞെടുത്ത് അവരെ കുറച്ച് ദിവസം ജയിലിലിടയൊക്കെ ചെയ്തിട്ടുള്ള മഹാനാണ് ഈ റസൂൽ പൂക്കുറ്റി. അതും ഫോൺ സംഭാഷണത്തിന്റെ അവസാനത്തിൽ വെക്കുന്നുണ്ട്.
അപ്പൊ ഇത്രയും കാര്യങ്ങൾ കേട്ടത് എന്താണ്, ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ഇവരുടെ ഇടയിൽ നിന്നിട്ട് കളിച്ചിട്ടില്ല. റസൂൽ പൂക്കുറ്റിയും സജനയാണ് ഫിറോസിനെ സൈഡാക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. സജനയും ഇയാളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് യാതൊരു കാരണവശാലും ഫിറോസ് പുറത്തു വിടരുത് എന്ന് ഇവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. കൂടെ സജനയെ കാലാകാലം ചുമക്കാനുള്ള പ്ലാന് റസൂൽ പൂക്കുറ്റിക്കും ഇല്ലായിരുന്നു. റസൂൽ പൂക്കുറ്റി താൽക്കാലികമായ റിലേഷൻഷിപ്പ്, കുറച്ച് സെക്ഷൽ റിലേഷൻഷിപ്പ്, അവിടെ ഇവിടേക്ക് ഒന്ന് കറങ്ങണം, അതിനൊരു പെണ്ണ് വേണം, അതായിരുന്നു സജന. പക്ഷെ സജനയ്ക്ക് ഇയാളുടെ രണ്ടാം ഭാര്യയായിട്ട് സുഖിച്ച് നാലാൾ അറിയുന്ന രീതിയിൽ വലിയ രീതിയിൽ ജീവിച്ചും പോണായിരുന്നു. പക്ഷെ രണ്ടും നടന്നില്ല. ഇപ്പം ആൾക്കാരെല്ലാവരും കൂടെ അറിഞ്ഞ് കാര്യങ്ങൾ ചക്ക കുഴയുന്നാലും കുഴഞ്ഞ് ആകെ നാറി വെളുത്തിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ ഇനി എന്താണ് പറയേണ്ടത് എന്നതിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. എന്താണെങ്കിലും സജനന്റെ ഡ്രാമ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത ആൾക്കാരുടെ കാര്യം ഗോവിന്ദ ഗോവിന്ദ.